നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്പുണിത്തുറ തെരഞ്ഞെടുപ്പ്, കെ ബാബുവിന് ആശ്വാസം. എം സ്വരാജിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. കേരള സ്റ്റോറി പ്രദർശനം ദൗർഭാഗ്യകരം, പ്രതിഷേധവുമായി സാംസ്കാരിക പ്രവർത്തകർ. സ്വർണ്ണവില മുകളിലേക്ക് തന്നെ, ഈ മാസം കൂടിയത് 2080 രൂപ. സർക്കാർ വികസനങ്ങളൊന്നും രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കരുത്, പബ്ലിസിറ്റിയും പാടില്ല. സംസ്ഥാനത്ത് വിഷുചന്ത തുടങ്ങാൻ അനുമതി. വാർത്തകൾ വിശദമായി. തൃപ്പുണിത്തുറ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് കെ ബാബുവിന്റെ വിജയം കേരള ഹൈക്കോടതി ശരിവെച്ചു. എതിർ സ്ഥാനാർത്ഥി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി വിധി. വിധിയിൽ വളരെയേറെ സന്തോഷമുണ്ടെന്ന് കെ ബാബു പ്രതികരിച്ചു. ജനകീയ കോടതി വിധി മാനിക്കാത്ത CPM കോടതി വിധിയെങ്കിലും മാനിക്കാൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. അയ്യപ്പന്റെ ചിത്രം വെച്ച് താൻ സ്ലിപ്പ് അടിച്ചിട്ടില്ല, എല്ലാം കൃത്രിമമായി ഉണ്ടാക്കിയതായിരുന്നു. വിധി UDF പ്രവർത്തകർക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ആവേശമാകുമെന്നും കെ ബാബു പ്രതികരിച്ചു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ വിധി പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് തേടി എന്ന ആരോപണം സാധൂകരിക്കുന്ന സാക്ഷിമൊഴികളൊന്നും പ്രോസിക്യൂഷന് ഉണ്ടായിരുന്നില്ല. സാക്ഷിമൊഴികൾ സംശയത്തിന് അതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് സ്വരാജിന് വേണ്ടി ഹാജരായ 2 മുതൽ 5 വരെയുള്ള സാക്ഷികൾ പറഞ്ഞതൊന്നും വിശ്വാസയോഗ്യമല്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. കേരള സ്റ്റോറി സിനിമയുടെ പ്രദർശനത്തിനെതിരെ സാംസ്കാരിക പ്രവർത്തകർ. ക്രിസ്ത്യൻ പള്ളികളിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് ദൗർഭാഗ്യകരമെന്നും രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി നിർമ്മിച്ച സിനിമ പ്രദർശിപ്പിച്ചത് ആശങ്കയുണ്ടാക്കുന്നുവെന്നും അവർ പ്രതിഷേധിച്ചു. രാജ്യത്ത് ലവ് ജിഹാദ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ മറുപടി നൽകിയിരുന്നു. ദേശീയ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിലും ലവ് ജിഹാദ് കണ്ടെത്താനായില്ല. ക്രിസ്ത്യൻ സഭകൾ വ്യാജ പ്രചാരണങ്ങളിൽ വീഴരുത്, സമൂഹത്തിന്റെ പൊതു താൽപര്യങ്ങൾ മുൻനിർത്തി വ്യാജ പ്രചരണങ്ങളിൽ പങ്കാളികളാകരുതെന്നും A സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമ പൊതുവേദിയിൽ പ്രദർശിപ്പിച്ചത് ആശ്ചര്യപ്പെടുത്തുന്നുവെന്നും സാംസ്കാരിക പ്രവർത്തകർ പ്രതികരിച്ചു. ആക്ടിവിസ്റ്റുകൾ, എഴുത്തുകാർ, ചലച്ചിത്ര പ്രവർത്തകർ ഉൾപ്പെടെ 46 പേർ സംയുക്തമായാണ് പ്രസ്താവന ഇറക്കിയത്. KB ഫാബിയാൻ, MN കാരശ്ശേരി, അരുന്ധതി റോയ്, സാറ ജോസഫ്, കമൽ, TV ചന്ദ്രൻ എന്നിവരടക്കമുള്ള പ്രമുഖരാണ് പ്രസ്താവന ഇറക്കിയത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. 80 രൂപ ഉയർന്ന് 1 പവൻ സ്വർണത്തിന്റെ വില 52,960 രൂപയായി. ഗ്രാമിന് 10 രൂപയാണ് വർദ്ധിച്ചത്. 6,620 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഏപ്രിലിൽ ഇതുവരെ പവന് 2,080 രൂപയാണ് കൂടിയത്. സംസ്ഥാനത്ത് കഴിഞ്ഞ 5 ദിവസമായി സ്വർണ്ണവില തുടർച്ചയായി റെക്കോർഡിടുകയാണ്. 5 ദിവസത്തിനിടെ ഗ്രാമിന് 205 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. മാർച്ച് 29-നാണ് ആദ്യമായി സ്വർണ്ണവില 50,000 കടന്നത്. അന്ന് ഒറ്റയടിക്ക് 440 രൂപ വർദ്ധിച്ച് 50,400 രൂപയാണ് സ്വർണ്ണവില ഉയർന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഏറിയും കുറഞ്ഞും നിന്ന സ്വർണ്ണവിലയാണ് ഈ മാസം 3-ാം തീയതി മുതൽ വീണ്ടും ഉയരാൻ തുടങ്ങിയത്. 2 ദിവസത്തിനിടെ 1000 രൂപ വർദ്ധിച്ച ശേഷം തുടർന്നുള്ള ദിവസങ്ങളിലും വില ഉയരുന്നത് തുടരുകയാണ്. വിവിധ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും അമേരിക്ക പലിശ നിരക്ക് കുറയ്ക്കുമെന്ന അനിശ്ചിതത്വവും ലോകമെമ്പാടും സ്വർണത്തോടുള്ള താല്പര്യവും വില വർധനയ്ക്ക് ഇടയാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് റംസാൻ വിഷു വിപണന മേളകൾ നടത്താൻ കൺസ്യൂമർ ഫെഡിന് ഹൈക്കോടതി ഉപാധികളോടെ അനുമതി നൽകി. വിപണന മേളകളെ സർക്കാർ യാതൊരു തരത്തിലുള്ള പ്രചാരണത്തിനും ഉപയോഗിക്കരുതെന്ന നിർദ്ദേശത്തോടെയാണ് ജസ്റ്റിസ് ദേവരാമചന്ദ്രന്റെ ഉത്തരവ്. ചന്തകളുടെ നടത്തിപ്പിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം കണ്ടെത്തിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇടപെടാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 250 ചന്തകൾ തുടങ്ങാനുള്ള നീക്കമാണ് വോട്ടർമാരെ സ്വാധീനിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞത്. ഇതിനെതിരെയാണ് കൺസ്യൂമർ ഫെഡ് ഹൈക്കോടതിയെ സമീപിച്ചത്. ചന്തകളെ ഏതെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിന് സർക്കാർ ഉപയോഗിക്കരുതെന്നും ഇത് സംബന്ധിച്ച് സർക്കാർ യാതൊരു പബ്ലിസിറ്റിയും നൽകരുതെന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഉത്സവ ചന്തകൾക്ക് വിലക്കേർപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്കെതിരെ കൺസ്യൂമർ ഫെഡ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. റംസാൻ വിഷു ചന്തകളുടെ അനുമതിയാണ് നിഷേധിച്ചിരുന്നത്. റംസാൻ കഴിഞ്ഞെങ്കിലും റംസാൻ വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി വിപണന മേളകൾ ആരംഭിക്കാൻ ഹൈക്കോടതി നൽകിയത് സർക്കാരിന് ആശ്വാസമായി. പൊതുജനങ്ങളുടെ താല്പര്യവും ചന്ത തുടങ്ങാൻ സാധനങ്ങൾ വാങ്ങിയെന്ന് സർക്കാർ അറിയിച്ചതും കണക്കിലെടുത്താണ് കോടതി അനുകൂല ഉത്തരവ് പുറപ്പെടുവിച്ചത്.